മാരേജിനുള്ളിൽ തന്നെ ഒരു 100 ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് ഉള്ളത്. നമ്മൾ ഇതിനെ കുറിച്ച് അനലൈസ് ചെയ്യുമല്ലോ. അപ്പത്തേക്ക് നമ്മൾ 100 പ്രോബ്ലം ഒക്കെ കഴിഞ്ഞു. വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഒരു വർക്കിന് പോകുന്ന ഒരു സംഭവം പോലെയല്ല. അവിടെ ചെന്നാലും ഒരു ആന്റി ഉണ്ട്, അങ്കിളുണ്ട്, കസിൻസ് ഉണ്ട്, ആ രീതിയിലാണ് അവിടുത്തെ സെറ്റപ്പ്. ഇപ്പൊ ഒരു കൊച്ചുണ്ട്. മൊത്തത്തില് പിന്നെ അങ്കിള് ഫുഡിന്റെ കാര്യത്തിൽ അങ്കിള് ഭയങ്കര അടിപൊളിയാണ്. അച്ഛനാണ് അവിടെ ഫുഡ് ഡിപ്പാർട്ട്മെന്റ്. അതായത് മൊത്തം എല്ലാരും വിചാരിച്ചാലേ ഒരു എപ്പിസോഡ് ഇറങ്ങും. അതാണ് പറഞ്ഞത്. കാരണം ആ സാറ്റർഡേ സൺഡേ അവരുടെ എല്ലാ ഒച്ചപ്പാടും ബഹളവും എല്ലാം തുണിയെടുത്ത് ഇങ്ങനെ അടിക്കാൻ വരുമ്പോഴേ അത് ശരിക്കും നടന്ന കാര്യമാണ്. നടന്ന കാര്യമാണ്. തുണി അടിക്കാൻ പോകുമ്പോഴത്തേക്ക് എന്നെ കാണുമ്പോഴത്തേക്കും അലക്കരുതല്ലേ. SKJ ടോക്സിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലൊരു ടീമാണ്, അത്രയും ഹാർഡ് വർക്കിംഗ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു സിറ്റുവേഷൻ അല്ലെ നമ്മളിപ്പം ഷൂട്ടൊക്കെ രാത്രി 1 മണി 2 മണി വരെയൊക്കെ പോകും. അതുവരെ ആരും ഇതുവരെ ഒരു മടുപ്പ് കാണിച്ചു 2 മണിയായത് എനിക്ക് ഷൂട്ട് ചെയ്യാം, അങ്ങനെയല്ല. ഈ സംഭവം ഏറ്റവും അടിപൊളിയാക്കുക, അതിന്റെ ഒരു സാധനം. അത് ഇവിടെ നമ്മളിപ്പോ ഫേസ് ഫ്രണ്ടിൽ കാണുന്ന ആൾക്കാരല്ല, നമ്മുടെ ബാക്കില് SKJ ടോക്സിന്റെ ടീമിന്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്നതുണ്ട്. നമ്മൾ എഡിറ്റർ ഉണ്ട്, അങ്ങനെ ഒരു ടീമുണ്ട് ബാക്ക് എൻഡിൽ. അതൊക്കെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടീമാണ് നിങ്ങൾക്ക് SKJ ടോക്സ് തരുന്നത്. അമ്മയും ഭാര്യയും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആരുടെ കൂടെ നിൽക്കുന്നതായിരിക്കും ആരോഗ്യത്തിന് നല്ലത്? ബേസിക്കലി ഞങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ അമ്മ, എന്റെ വൈഫിന്റെ അമ്മ, അച്ഛൻ, എല്ലാരും ഒരു വീട്ടിലാണ്. അമ്മ, അച്ഛൻ, വൈഫിന്റെ അമ്മയുടെ അച്ഛൻ, അവരുടെ അമ്മയുടെ അമ്മയുടെ അച്ഛൻ, എല്ലാരും ഉണ്ട്. ഇതൊന്നും പഠനത്തിലും പരീക്ഷയിലും മുന്നിലെത്താൻ ഇനി നിങ്ങളോടൊപ്പം ഹാനാസ് സ്റ്റുഡൻസ് ഇന്ത്യ. പ്രീ പ്രൈമറി മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് വിദഗ്ധ അധ്യാപകരുടെ പരിശീലനം ഹാനാസ് സ്റ്റുഡൻസ് ഇന്ത്യയിലൂടെ. കുട്ടികളുടെ പഠനത്തിൽ വിട്ടുവീഴ്ച വേണ്ട, ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും മികച്ച വിജയം. ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യൂ ഹാനാസ് സ്റ്റുഡൻസ് ഇന്ത്യ. നമസ്കാരം നമസ്കാരം നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. അപ്പൊ ഇന്ന് എന്റെ ഷോയിലുള്ളത് 1 അല്ല 2 അല്ല 9 പേരെയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് ഞാൻ എന്താ പറയുക, ഇൻട്രൊഡക്ഷനിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ഒരു വ്യക്തികളല്ല ഇവരാരും. SKJ ടോക്സ്, യെസ്, ആ നെയിം കേൾക്കുമ്പോ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവർ ആരൊക്കെയാണ്. സോ ഗൈസ്, വെൽക്കം. ഇത്ര ഉള്ള വെൽക്കം ടു ദ ഷോ. അപ്പൊ SKJ ടോക്സ് ആദ്യമായിട്ടല്ലേ നമ്മുടെ മൈൽ സ്റ്റോണിൽ വരുന്നത്? അതെ, ഓക്കെ. ഈ SKJ ഫുൾ ഫോം എന്താ? എന്നുള്ളതാണ് SKJ. എനിക്കറിയാന്ന് ചുമ്മാ ചോദിച്ചത്. സുജിത് KJ. ഓക്കെ, അങ്ങനെ പേഴ്സണൽ ഡെവലപ്മെന്റ് ഇഷ്ടപ്പെട്ട അല്ലെ ഒരാള്, അങ്ങനെ ഒരു സീരീസിലൂടെ സമൂഹത്തിലെ ഒരുപാട് പേർക്ക് മാറ്റങ്ങൾ വരുത്തി എന്ന് തോന്നുന്നുണ്ടോ സുജിത്? തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പല കുടുംബങ്ങളിലും. ഒരു ലൈക്ക് അവരുടെ ഹാപ്പിനെസ് കുറച്ചും കൂടി കൂട്ടാൻ ഈ വീഡിയോസ് കാരണമാകുന്നു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ പോലെ തന്നെ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചാണ് നിങ്ങൾ എല്ലാവരും ഒരു കുടുംബാന്നൊക്കെ വിചാരിച്ചിട്ട് കുറെ പേരുണ്ടാവും. ഓൾമോസ്റ്റ് തുടങ്ങിയപ്പോ ഇതായത് എല്ലാം ഒരു കുടുംബമാണ്. ഇപ്പൊ എല്ലാരും ഒരു കുടുംബമാണ്. ബട്ട് ഇതുപോലെ അങ്ങറ്റം വരെ ഒരു കുടുംബം അതെ, ഇങ്ങനെ നോക്കുമ്പോ തന്നെ അല്ലേ നിങ്ങൾ എല്ലാരും SKJ ടോക്സിന്റെ ഭാഗമായ അല്ലെ? ഇപ്പൊ ഈ ഒരു വെബ് സീരീസിലൂടെ ഈ കേരളത്തിലുള്ള എല്ലാവരും ഫേസ് റെക്കഗ്നൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഒരു മൊത്തത്തിൽ നിങ്ങൾ എല്ലാവർക്കും അറിയും. ഇപ്പൊ SKJ ടോക്സിന്റെ ഇന്റർവ്യൂ ആണ്, അവര് അങ്ങനെ ഇത്രയും ഫേമസ് അല്ലെങ്കിൽ ഇത്രയും ഫേസ് റെക്കഗ്നൈസേഷൻ കിട്ടുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കണ്ടോ, ഇപ്പൊ ആൾക്കാർ വരുന്നു, ഫോട്ടോസ് എടുക്കുന്നു. ഇപ്പൊ നമ്മളെല്ലാം കണ്ടേക്കുന്നത് സെലിബ്രിറ്റീസിന്റെ ഒപ്പം മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഫിലിമേക്കറിന്. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പം നിങ്ങളും ഒരു സ്റ്റാർസ് അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ആയി മാറി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ എന്ത് തോന്നുന്നു അങ്ങനെ ആയി കഴിഞ്ഞപ്പം? എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ 2.5 വർഷമാവുന്നു SKJ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട്. എനിക്ക് ഭയങ്കര അനുഭവമാണ്. കാരണം ഞാൻ ഇത് അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തുക എന്നുള്ളത്, അതെനിക്ക് SKJ ടോക്സ് വഴി ഷുവർ ആയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ 2.5 വർഷത്തില് ഇപ്പൊ എത്ര പേര് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് വളരെ പോസിറ്റീവായ രീതിയിൽ റെക്കഗ്നൈസ് ആകുമ്പോ അത് പ്രത്യേക ഒരു സന്തോഷമാണ്. ഞാൻ എപ്പോഴും ചേട്ടനോട് എന്തെങ്കിലും എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഉടനെ ഞാൻ ചേട്ടനോട്, ചേട്ടാ ഇങ്ങനെ റെക്കഗ്നൈസ് ചെയ്തിരുന്നു ചേട്ടൻ, കാരണം അങ്ങനെ വളരെ ഗ്രേറ്റ്ഫുൾ ആണ് SKJ സംബന്ധിച്ച്. ആരെങ്കിലും ഇതുപോലെ സംസാരിച്ച് കഴിയൂലോ, ആ സെക്കൻഡ് എന്ന് വിളിക്കും, ഒരു കണ്ണ് പറഞ്ഞൊക്കെ വീഡിയോ കോളൊക്കെ ചെയ്യും. അപ്പൊ അത്ര ആഗ്രഹിച്ചിരുന്നു അല്ലേ? ഓക്കെ. ആൻഡ്
രേവതി ആര്യ. ആര്യ sorry, ആര്യ. രേവതി അല്ല, ആര്യ. വളരെ സന്തോഷം. ഞാനിപ്പോ SKG 5 വർഷമായി വന്നിട്ട്. ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ സ്കൂളിൽ ഒരുപാട് കുട്ടികള്, കൊച്ചു കുട്ടികൾ, നമ്മൾ വിചാരിക്കും നമ്മുടെ ഒരു ഏജ് കാറ്റഗറി അല്ലെങ്കിൽ കുറച്ച് അഡൽട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ വീഡിയോസ് കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല, വളരെ കുഞ്ഞു കുട്ടികൾ തൊട്ട് എല്ലാ ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ വന്ന് സംസാരിക്കുന്നു, കലോത്സവത്തിനൊക്കെ പോകുമ്പോൾ ഫോട്ടോ എടുക്കുന്നു. അവര് നമ്മളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അവർക്ക്. ലൈക്ക് എക്സൈറ്റഡ് ആവും, അവര് എക്സൈറ്റഡ് ആവും. ചുമ്മാ വന്ന് ഇങ്ങനെ വീഡിയോയിൽ അഭിനയിക്കുന്ന എന്നല്ല ചോദിക്കുന്നത്, ഇന്ന വീഡിയോയിലല്ലേ എന്ന് പറഞ്ഞ ഒരു ഫോട്ടോ എടുക്കുന്നു, കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പൊ അത് ഭയങ്കര സന്തോഷമാണ്. നിങ്ങളുടെ റെമ്യൂണറേഷൻ എങ്ങനെയാ? പൂജ്യം കുറെ ഉണ്ടോ? നമ്മൾ പുറത്ത് ഇപ്പൊ അടുത്ത ആരെങ്കിലും കട്ട് ചെയ്തിട്ട് ഇടും കേട്ടോ, കോടികളാണ്. ഫിലിമൊക്കെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടോ? അത് SKG തന്നെ തുടരാനാണോ? എങ്ങനെയാ? ഫിലിമാണ് നമ്മുടെ എല്ലാവരുടെയും. എല്ലാവർക്കും ഫിലിമാണ് താല്പര്യം. എല്ലാരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നിങ്ങൾ തന്നെ ഒരു ഫിലിം അങ്ങ് പ്രൊഡ്യൂസ് ഒക്കെ ചെയ്തു വിടാം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഒക്കെ വെച്ച്. അതെ ചോദിക്കേ. അല്ല, എനിക്ക് പേഴ്സണലി അങ്ങനെ ഫിലിം അങ്ങനെ അല്ല. ഞാൻ ഇതിലൂടെ ഒരു പോസിറ്റീവ് മെസ്സേജ് ആൾക്കാരിലേക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു എന്റെ ഒരു തോട്ട് പ്രോസസ്. ഇതിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും ലൈക്ക് സിനിമയിലോട്ട്. അതെ, സുജിത്തിന്റെ ആഗ്രഹം നാട് നന്നാക്കുക, സമൂഹം നന്നാക്കുക. അല്ല, പേഴ്സണലി എനിക്ക് ലൈക്ക് ഫിലിം മേക്കിങ്ങിലോടെ അല്ല. ഞാൻ ആക്ച്വലി അതുകൊണ്ട് ആദ്യത്തെ 200 പടം ഞാനാണ് ലൈക്ക് ടീമുമായിട്ട് കഥ എഴുതുന്നതും ഡയറക്ഷനും എല്ലാം. അപ്പൊ ഞാൻ പതുക്കെ ഞാൻ ശരിക്കും പറഞ്ഞ സിനിമ എടുക്കാനൊന്നും ഞാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഡയറക്ഷൻ ടീമാണ്. ഇപ്പൊ ശ്രീദർശൊക്കെയാണ് ഡയറക്ട് ചെയ്യുന്നത് വേറെ, അങ്ങനെയൊക്കെ. അപ്പൊ ഇവർക്കൊക്കെ ലൈക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് സിനിമ ചെയ്യണമെന്നുള്ളത്. ഇതൊന്ന് അരുണിനാണ് ഏറ്റവും കൂടുതൽ ഫാൻസും കാര്യങ്ങളും ഉള്ളത്. ഭയങ്കര ഫാൻസ് ആണ്. ഗേൾസ് ഫാൻസ് ഒക്കെ അരുണ് ഭയങ്കര കൂടുതലാന്ന് ഇങ്ങനെ ഞാൻ ചെറിയ രീതിയിലൊക്കെ അറിഞ്ഞു. ചെറിയ രീതിയിൽ അറിഞ്ഞു. ഇനി മുഴുവൻ രീതിയിൽ അരുൺ വേണം പറയാനായിട്ട്. അരുണിന് ഭയങ്കര എന്താ ഗേൾസ് ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. കല്യാണം കഴിഞ്ഞ് കുഞ്ഞുമായി കുട്ടി. അത് കുറെ പേർക്ക് അറിയാൻ പറ്റും. അത് ഇപ്പഴും അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട് കേട്ടല്ലോ. ആരാധിച്ചോട്ടെ. എനിക്കതിൽ പ്രശ്നമില്ല. ഭാര്യക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കല്യാണം കഴിഞ്ഞപ്പോ ഫോളോവേഴ്സ് കുറഞ്ഞോ? അതിലൊരു വിട്ടുവീഴ്ചയില്ല. അതിലൊരു വിട്ടുവീഴ്ചയില്ല. ലവ് മാരേജ് ആയിരുന്നോ? അല്ല. ഇനിയിപ്പോ ആരുണിയോ SKG ടോക്സ് വിട്ടിന് എന്റെ കുടുംബകാര്യത്തിലേക്ക് കടന്നു പോകുന്നതൊക്കെ. അരുണ് വെബ് സീരീസ് വേറെ ചെയ്തല്ലേ? കൗമുദിയില് ചെയ്തിട്ടുണ്ട്. ജയറാമേട്ടന് സോറി ജയറാം, ഞാൻ പെട്ടെന്ന് ജയറാമേട്ടന് നിങ്ങൾ രണ്ടുപേരും വേറെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മൂവീസ് എന്തെങ്കിലും ഇപ്പൊ ആക്ട് ചെയ്തോണ്ടിരിക്കും? മലയാളം ഇപ്പം 8 ഒരു ഫിലിം ഇറങ്ങുന്നുണ്ട്, അങ്കമട്ടഹാസം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു ഹിന്ദി, തമിഴ്. എനിക്ക് കേക്കത്തേ ഇല്ല. മൈക്കിൽ എന്തായാലും കേൾക്കുന്നുണ്ട്, എനിക്കൊന്നും കേൾക്കത്തില്ല. ഓക്കെ. അപ്പൊ നിങ്ങൾ തന്നെയാണ് മൂവീസിൽ ഓഫർ ഇപ്പൊ കറന്റ്ലി വന്ന് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ഞാന് സെൽഫി ഫാമിലി എന്ന് പറഞ്ഞ മഴവിൽ മനോരമയിലെ ഒരു. ഓക്കെ. അതാ ഞാൻ എവിടെയൊക്കെ വേറെ രീതിയിൽ കണ്ടിട്ടുള്ള പോലെ തോന്നിയത്. ഓക്കെ. അതും ഇത് SKG ടോക്സ് കണ്ടിട്ടാ വിളിച്ച്? സെൽഫി ഫാമിലി എല്ലാരും നമുക്ക് കുറച്ച് റെക്കഗ്നേഷൻ കിട്ടിയത് SKG ടോക്സ് വഴിയാണ്. അങ്ങനെയാണ് എല്ലാവർക്കും അറിയാന്നുള്ളത്. പിന്നെ അല്ലാതെ കുറെ ആഡും ഷോർട്ട് ഫിലിം, മ്യൂസിക്കൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. എങ്ങനെ പോകുന്നു SKG ടോക്സ് ഈ ഫാമിലി ഒക്കെ ആയിട്ടുള്ള? നന്നായിട്ട് പോകുന്നുണ്ട്. വളരെ 1-2 വാക്കിൽ 2021 തുടങ്ങി ഇപ്പൊ 2026 6 കൊല്ലമായി. സുജിയുടെ ഫാമിലി 2020 തുടങ്ങി 26 ഇപ്പൊ 6 കൊല്ലം. ഇപ്പൊ സുജിയുടെ ഫാമിലി ഞങ്ങളുടെ ഫാമിലി ആയിരുന്നു, ഞങ്ങളുടെ ഫാമിലിയാണ്. നിങ്ങൾ 3 ഫാമിലി. ഒരാളും 4 പേരുണ്ട്. വൈശാഖ് മോനുണ്ട്. അപ്പൊ ഞാനും പുള്ളിക്കാരനുമാണ് ഡയറക്ഷൻ താല്പര്യമുള്ളത്. പുള്ളിക്കാരൻ ആക്ച്വലി ഫിലിമിലാണ്. അപ്പൊ ആക്ച്വലി ഇപ്പൊ ഫിലിം ഫീൽഡിലോട്ട് ഇറങ്ങി പുള്ളിക്കാരൻ ഫുള്ളായിട്ട്. അപ്പൊ അങ്ങനെ ഞങ്ങളാണ് ഇങ്ങനെ പതുക്കെ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ എടുത്ത് തുടങ്ങാന്നൊക്കെ പറഞ്ഞു. ഇത്രയും വർഷമായില്ല, കണ്ടന്റിന്റെ ക്ഷാമൊന്നും വന്നിട്ടില്ല ഇതുവരെ. സത്യം പറഞ്ഞാലേ എല്ലാ ആഴ്ചയും ഞങ്ങളെല്ലാം അങ്ങനെ വിചാരിച്ചു. ഞങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളതാണ്. ഞാൻ ഈ അടുത്ത ആഴ്ച ഇനി ശനി ഞായർ ഷൂട്ട് ഉണ്ടല്ലോ, അതിന്റെ കഥ ഏതാന്ന് ഇത്രയും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എടുക്കുന്നുള്ള ആ സമയത്ത് കിട്ടുന്നുണ്ട്. ഞാൻ വിചാരിച്ചു അയ്യോ ഇതിന് മാത്രം എന്തായാലും നമുക്ക് സമൂഹത്തിൽ ഇത്രയൊക്കെ പ്രശ്നമുള്ളൂ, ഇത് കഴിഞ്ഞിട്ട് ഇനി എന്തായാലും. ശരിക്കും പറഞ്ഞ ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്. ലൈക്ക് റിലേഷൻഷിപ്പിനുള്ളിൽ നോക്കുമ്പോഴത്തേക്കും ഒരു കൗൺസിലിംഗ്
കൗൺസിലിംഗിന്റെ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിപ്പോ ഒരു മാരേജിനുള്ളിൽ തന്നെ ഒരു 100 ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് ഉള്ളത്. നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ അനലൈസ് ചെയ്യുമല്ലോ. അപ്പത്തേക്ക് നമ്മൾ 100 പ്രോബ്ലം ഒക്കെ കഴിഞ്ഞു. പിന്നെന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ തന്നെ കുറെ വേരിയേഷൻസ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പിന്നെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും കഥ തീരാൻ പോകുന്നില്ല. നമ്മളെല്ലാവരുടെ ലൈഫിലും ഓരോ സ്റ്റോറി നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കഥയ്ക്ക് ക്ഷാമമില്ല. നമ്മൾ അത് എങ്ങനെ പൊട്രേ ചെയ്യുന്നു, എങ്ങനെ അതിനെ ആൾക്കാരിലേക്ക് ഡിസ്റ്റിൽ ചെയ്ത് എങ്ങനെ കൊടുക്കുന്നു. ലൈക്ക് അവർക്കൊരു ഇമ്പാക്ട് തോന്നണമല്ലോ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവരുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് അവർക്കൊരു മാറ്റം ഉണ്ടാകുന്ന രീതിയിൽ അതിനെ കൊടുക്കുക. അതാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ കഥയിൽ ഇവരുടെ കോൺട്രിബ്യൂഷൻ എന്തെങ്കിലുമൊക്കെ വരാറുണ്ടോ? ചില സമയങ്ങളിലൊക്കെ ഇവര് തന്നെ ആ എഴുതി വെച്ചിരിക്കുന്ന ഷൂട്ടിന്റെ അവിടെ തന്നെ അവര് ഇംപ്രൂവൈസ് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങൾ ലൈക്ക് മോസ്റ്റ്ലി നമ്മുടെ ഉള്ള സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വെള്ളിയാഴ്ചയൊക്കെ ആയിരിക്കും റെഡി ആവുന്നത്. ശനി ഞായർ ഷൂട്ടിനുള്ള തലേദിവസം രാത്രി. അതുകൊണ്ട് ഇവർക്ക് ഷൂട്ടിന്റെ ടൈമിൽ ഇംപ്രൂവൈസ് ചെയ്യാനേ പറ്റുള്ളൂ. അത് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തല്ലേ ആർട്ടിസ്റ്റിന്റെ മുന്നിൽ വായിക്കാൻ ഡയറക്ടർ വായിക്കാൻ രാവിലെ കൊടുക്കേ ഉള്ളൂ. ആ സമയത്തൊക്കെ ആയിരിക്കും കഥ അറിയുന്നത്. ഈ ഡ്രസ്സൊക്കെ എടുത്തോണ്ട് വന്നോണമെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അവർ ആ സമയത്ത് സ്പോട്ടിൽ ഒരുപാട് ചില സമയങ്ങളിലൊക്കെ രേവതിയൊക്കെ ഇരുന്ന് അപ്പോഴൊക്കെ സീനൊക്കെ റെഡിയാക്കി ചെയ്തിട്ടുണ്ട്. ഈ ഷൂട്ടിംഗ് സെറ്റിൽ എങ്ങനെയാ? കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ആംബിയൻസും കാര്യങ്ങളാണോ അതോ ഫണ്ണും കാര്യങ്ങളൊക്കെ? ഭയങ്കര ഫണ്ണിയാണ്. അത് ഞങ്ങളുടെ ഷൂട്ട് കാണാൻ വന്നിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ ഷൂട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത്രയും സീരിയസ് സാധനമാണ് എടുക്കുന്നത് തോന്നത്തില്ല. അതെ, ഒരു BTS എപ്പിസോഡ് എടുക്കണ്ടായിരുന്നു അല്ലേ നിങ്ങളുടെ? ഹിറ്റായിരുന്നു ആ സമയത്ത്. അല്ല, ജയറാമേട്ടനൊക്കെ എന്റെ ആളാ. കട്ടിന് മുന്നേ വരെ അവിടെ എന്തെങ്കിലും ഒക്കെ കോപ്പറേറ്റ് സൈലന്റ് ആയിട്ടിരിക്കണമെന്നേ ഉള്ളൂ. ഇതല്ല അല്ല അത് ആക്ടിങ് ആണ്. ജയറാമേട്ടൻ എല്ലൊക്കെ മിണ്ടാതെ ജയറാമേട്ടൻ ഇപ്പൊ എനിക്ക് പറയുന്ന പോലും കേൾക്കത്തില്ല. നിങ്ങൾ ഇനി മിണ്ടായി ആക്ഷൻ തുടങ്ങുമ്പോ ആള് വേണ്ടത് അടിപൊളിയായിട്ട് ചെയ്യും. അതിന് മുന്നേ വരെ നമ്മളെ ഇങ്ങനെ കോപ്പറയൊക്കെ കാണിച്ച് അടിപൊളിയായിട്ട്. അതൊക്കെയാണ് വലിയ വലിയ നടന്മാർ അങ്ങനെയാതൊക്കെ അങ്ങനെ പല ആർട്ടിസ്റ്റുകളും പറയുന്നത്. ഇന്ദ്രൻ ചേട്ടനെ കാണുമ്പോ മനസ്സിലാവില്ല ഇത്രയും ആക്ട് ചെയ്യുമെന്ന്. എങ്ങനെയുണ്ട് കമ്പാരിസൺ? എങ്ങനെയുണ്ട് ജയറാമേട്ട? സന്തോഷായി. അതല്ല, ഇപ്പൊ നിങ്ങളോടൊക്കെ പേഴ്സണൽ കുറെ പേര് സ്റ്റോറീസ് ഒക്കെ പറയൂല, അവരുടെ ജീവിതാനുഭവങ്ങൾ അത് ഇതൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യും. ചിലപ്പോ കൂടി ഇരിക്കുമ്പോ ഷെയർ ചെയ്യും. അപ്പൊ അത് നിങ്ങൾ കണ്ടന്റ് ആക്കിയിട്ട് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടോ, എടാ ഞാൻ നിന്നോട് സീക്രട്ട് ആയിട്ട് പറഞ്ഞത് നീ? അത് ഏറ്റവും കൂടുതൽ അനുഭവം എന്റെ വൈഫിനാണ്. വൈഫ് അല്ല, ഇപ്പൊ ഞാനിപ്പോ കഥ വയ്ക്കുമ്പോഴത്തേക്കും ഞാൻ എല്ലായിടത്തും എന്റെ വൈഫിന്റെ അമ്മ, അച്ഛൻ എല്ലായിടത്തും ചോദിക്കും, നിങ്ങളുടെ വീട്ടിലുള്ള കഥ, നിങ്ങളുടെ നാട്ടിലുള്ള കഥ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുന്നൊക്കെ പറയും. അപ്പൊ ഇതുപോലെ വൈഫ് ആക്ച്വലി അപ്പം ഡെന്റൽ, പുള്ളിക്കാരി ഡെന്റലാണ്. അപ്പോഴത്തേക്കും നിംസിലേക്ക് പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ പറയുമല്ലോ, ഇവരുടെ അടുത്ത് പറയുന്ന കഥകൾ കുറച്ചു നേരം കഴിഞ്ഞ് ഇങ്ങനെ പറയും, എടി എന്നാലും ഒരു സീൻ വിടാതെ എന്റെ പടം എടുത്ത് വയ്ക്കുന്നു. അപ്പത്തേക്ക് പിന്നെ പുള്ളിക്കാരി പോകുമ്പോഴത്തേക്ക് ഇതുപോലെ പറയാ, എടി അവളുണ്ട്, വെറുതെ കഥയൊന്നും പറയണ്ട. അതെല്ലാരും എന്റെ അടുത്ത് പറയും. ഇപ്പൊ നിങ്ങളുടെ ഫേസ് കണ്ടാൽ തന്നെ എല്ലാരും അയ്യോ ഇവര് കണ്ടന്റ് ആർക്കും മിണ്ടാതിരുന്നോന്ന് പറയുന്ന ആ ഒരു രീതിയിലായി. ചിലർ ഇങ്ങോട്ട് വിളിച്ച് പറയും, ഇത് കണ്ടന്റ് ആക്കണം, ചിലരൊക്കെ കാണണം. അതുകൊണ്ട് എന്റെ അമ്മായി ഇത് കാണണം അങ്ങനെ പറയുന്നവരുണ്ട്. അങ്ങനെയെങ്കിലും ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുണ്ട്. കുറെ പേര് പറയും ഇന്ന ടോപ്പിക് എടുക്കാവോ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എന്റെ സ്റ്റോറി ഇങ്ങനെയാണ്, ഇത് ചെയ്യാം, അങ്ങനെയൊക്കെ കമന്റ്സ് ആയിട്ടാണ് കമന്റ് ഇടുന്നത്. അപ്പൊ നമുക്ക് എളുപ്പമുണ്ട് അടുത്ത സ്റ്റോറിയിലേക്ക് മേക്ക് ചെയ്യാൻ തന്നെ എളുപ്പമുണ്ട്. ചിലപ്പോ ഗസ്റ്റ് ദ ടോപ്പിക്കിൽ ഇടൂലേ, അപ്പത്തേക്കും ചില കണ്ടന്റ് കിട്ടും. അപ്പൊ ഗസ്റ്റ് ദ ടോപ്പിക് വേറെ ടോപ്പിക് പറയാൻ അടിക്കുമല്ലോ. അപ്പൊ ഇപ്പൊ ഒരു പുതിയ ടോപ്പിക് കിട്ടി. കാണുന്നത് അത്ര ഈസി അല്ല ഇതൊക്കെ ഉണ്ടാക്കുക. എപ്പോഴെങ്കിലും വിചാരിക്കും, കാരണം സോഷ്യൽ യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു ഫൺ എന്റർടൈൻമെന്റ് ഒരു രീതിയാണ്. ഇപ്പൊ നിങ്ങൾ ഓർക്കുന്ന സോഷ്യൽ റെവലന്റ് ആയിട്ട് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ആക്ട് ആണ് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും അപ്രീസിയേഷൻ കിട്ടും, ഇത്രയും ആൾക്കാർ ഇത് ഫോളോ ചെയ്യുന്ന എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നോ സുജിത്ത്? ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം അത് തുടങ്ങിയ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഫാൻസ് വന്നിട്ടുള്ള കുട്ടികളായിരുന്നു. നമുക്ക് ഒരിക്കലും അത് പ്രതീക്ഷിക്കില്ല, ഇങ്ങനൊരു സാധനം കുട്ടികൾ കാണുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും സീരിയസ് ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര റീച്ച് കിട്ടും. അത് എവിടെ പോയി കഴിഞ്ഞാലും ഓടി വരുന്നത്. സാധാരണ കുട്ടികൾക്ക് TV കാണിക്കാൻ സമയം കൊടുക്കാറില്ലല്ലോ. പക്ഷെ ഈ നമ്മുടേത് മാത്രം അവര് പെർമിഷൻ കൊടുക്കുകയാണ്. കാരണം വെച്ചാൽ അത്രയും നല്ല കണ്ടന്റാണ്. പക്ഷെ വലിയ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന സാധനം കുട്ടികൾക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ളത് ഭയങ്കര അതിശയമാണ്. ഫാൻസ് കൂടുതൽ കുട്ടികളാണ് എവിടെ പോയാലും. എപ്പിസോഡിനെ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന കുറെ പേരുണ്ട്. അത് എല്ലാ എപ്പിസോഡും കണ്ട എപ്പിസോഡ് തന്നെ വീണ്ടും. കാരണം എല്ലാ വീട്ടിലുള്ള വീട്ടിലെ മുതിർന്ന ആൾക്കാരുടെ സബ്ജക്റ്റുകളാണല്ലോ, അത് കുട്ടികൾക്ക് അതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്നുള്ളത് ഭയങ്കര സംഭവമാണ്. ഇൻസ്റ്റാഗ്രാമിലായാലും കൂടുതൽ നമുക്ക് മെസ്സേജ് ഒക്കെ വരുന്ന കുട്ടികളാണ്. ഓക്കെ, കുട്ടികളിലെ
ലൈഫിലൊക്കെ അത്രയും സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പം സുഹിത്തിന്റെ ഒരു മെയിൻ എയിം തന്നെ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്താം, അല്ലെ ആൾക്കാരുടെ ചിന്താഗതി എങ്ങനെയൊക്കെ മാറ്റാന്നുള്ള ഒരു രീതിയിലായിരുന്നു ചിന്തിച്ചത്. അപ്പൊ അത് എങ്ങനെ യൂട്യൂബ് വീഡിയോയിലൂടെ എങ്ങനെ മാറും അങ്ങനെയൊക്കെ ചിന്തിച്ചു തന്നെയാണോ തുടങ്ങിയത് എല്ലാ ഇതും? ബേസിക്കലി SKJ ടോക്സ് എന്ന് പേരിട്ട് തന്നെ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്റെ ലൈഫിൽ കുറച്ച് ഈ ഒരു നമുക്കറിയില്ലേ ചില അറിവാണ് നമുക്ക് തിരിച്ചറിവ് ഉണ്ടാക്കുന്നതെന്ന് പറയില്ലേ, ഈ അറിവ് നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ബെറ്റർ ആവുന്നതായിട്ട് നാം ഫീൽ ചെയ്തു. അതായത് ഓരോ കാര്യങ്ങൾ. അപ്പൊ ഈ അന്നത്തെ ആ അറിവ് വെച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ സമൂഹത്തിൽ അറിയാമെങ്കിൽ അവരുടെ ലൈഫും കൂടി കുറച്ചും കൂടി ബെറ്റർ ആവുമല്ലോ, അതുകൊണ്ട് ഒരു സംസാരിക്കാം എന്നുള്ളൊരു മോഡലിലാണ് അത് ടോക്സ് എന്ന് പറഞ്ഞ് പേരിട്ടത് തന്നെ. പിന്നെയാണ് അത് ഷോർട്ട് ഫിലിമിലോട്ട് മാറി. ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന എത്ര പേര് കേൾക്കും നമുക്ക് ഒരു ഇതുമില്ല. അതായത് നമ്മൾ പറയുന്നത് തന്നെയാണ് ആൾക്കാരെ ഉൾക്കൊള്ളുന്നതെന്നും അറിയാൻ പറ്റില്ല. അതായത് നമ്മുടെ ഇന്റൻഷനോ നമ്മൾ പറയുന്ന ഒന്നായിരിക്കും. പക്ഷെ ഈ ഷോർട്ട് ഫിലിമിലാക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് തന്നെ റിലേറ്റ് ചെയ്യാനും അതിലൂടെ ഒരു തോട്ട് പ്രോസസ് ചേഞ്ച് ഉണ്ടാവില്ല. അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോർട്ട് ഫിലിം എന്ന സാധനം നമ്മളെ ആ ഒരു പ്ലേസ്മെന്റ്, അതായത് കണ്ടു തീരുമ്പോൾ ഒരാളുടെ ഇമോഷൻ വർക്കായി, അതായത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ അവർക്ക് മനസ്സിലാവും. അതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഇമ്പാക്ട് തന്നത്. ഓക്കെ, ഇവിടെ അമ്മയോട് സംസാരിച്ച അമ്മ പറയുന്നുണ്ട് മറ്റേ റീല് കാണാനൊന്നും സമയമില്ല, ഞാൻ വർക്കിംഗ് ആണ്, പിന്നെ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ അടുത്ത ഷൂട്ട്, പൊട്ടും ടൈം കിട്ടാറില്ല അല്ലെ ആന്റിക്ക്? ഓക്കെ, പോവും വേണം. എവിടെ കിട്ടുന്ന ഈ എനർജി ഒക്കെ? ഞങ്ങൾ തന്നെ ഒരു ദിവസം ഒരു ഷൂട്ട് ശരിക്കും വർക്കഹോളിക്കിന്റെ അറ്റോട് മെയിൻ ആയിട്ട് ചുമ്മാ ഇരിക്കാൻ അറിഞ്ഞൂടാ. ശരിക്കും ഇനി ഒരു സൺഡേക്ക് സ്വന്തമായിട്ട് ആക്ടിങ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യണോന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കും. എന്ന് പേരെ കുറച്ചെടുത്ത് തയ്ക്കാതെ പറഞ്ഞിട്ട് അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടല്ലോ, അതാണ്. ഇപ്പൊ വരുണും ജയറാമേട്ടനൊക്കെ ജോയിൻ ചെയ്തപ്പോഴത്തേനും എപ്പോഴെങ്കിലും വിചാരിച്ചു SKJ ടോക്സ് 3 years ഇങ്ങനെ കൺസിസ്റ്റൻസ് ആയിട്ട് പോവും? നിങ്ങൾ ജോയിൻ ചെയ്ത ടൈമിൽ നിങ്ങൾ എന്താ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ താല്പര്യം? അപ്പൊ 3 years ഇത്രയും ലോങ് ആയിട്ട് പോകുന്ന എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നു ആ ടൈമില് തുടക്കകാലത്ത്? ഒരു നമ്മൾ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ ഈ പറഞ്ഞ ഒരു ദിവസം ഞായറാഴ്ച ഷൂട്ട്, ഞായറാഴ്ച മാത്രമേ അന്നുണ്ടായിരുന്നു. ഞായറാഴ്ച ഷൂട്ട്, പിന്നെ വെള്ളിയാഴ്ച റിലീസ്. ആ ഒരു കറക്റ്റ് പ്രോസസ്സിൽ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ തോന്നി എന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും ഞായറാഴ്ച ഷൂട്ട് ഉണ്ടാകുമെന്നൊരു തോന്നൽ അന്നോട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പതുക്കെ പോകും. പിന്നെ അന്ന് ഇത്രയും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇല്ലല്ലോ, ഇത്രത്തോളം ഇല്ലല്ലോ. അപ്പൊ നമ്മള് പതുക്കെ കയറുന്നിട്ട് അന്നേരത്തുണ്ടായിരുന്നു. പക്ഷെ റീച്ച് ഇത്രത്തോളം പ്രതീക്ഷയില്ല. കാരണം ചെയ്യുന്ന കണ്ടന്റ് ഇത്രയും സീരിയസ് ആയതുകൊണ്ട് പ്രതീക്ഷിച്ചു. പക്ഷെ ആ പറഞ്ഞ പോലെ എല്ലാം ഉൾട്ടയടിച്ചോണ്ട് ഈ പിള്ളേരാണ് ആദ്യത്തെ ഫാൻസ് വരുന്നത്. ആദ്യം ഇത്രയും റീച്ച് ആയത് പിള്ളേരിലോട്ടാണ്. അപ്പം അത് ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു. അങ്ങനെ ആ തോന്നൽ നമ്മൾ ഏത് കാര്യത്തിലും ഒരു സാച്ചുറേഷൻ പോയിന്റ് വരുമല്ലോ, ഒരു സെയിം സംഭവങ്ങൾ ചെയ്തോണ്ടിരിക്കുമ്പോ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് ഇനി കൂടുതൽ പോകുന്നു. പക്ഷെ ഇതുവരെയും ദൈവം സഹായിച്ച് ഒരു പ്രശ്നവും ഇല്ല. പുതിയ സ്റ്റോറീസ് ഓരോ എപ്പിസോഡ് ഇറങ്ങുമ്പോഴും റീച്ച് ആവുന്നു. ഭയങ്കര ഒരു സംഭവമാണ്. ഈ ഓരോ എപ്പിസോഡ് ഇറങ്ങുമ്പോഴും നമുക്ക് രാത്രി 12 മണി 1 മണിയാവും കറക്റ്റ് എല്ലാരും എഴുതി കയ്യിൽ കൊടുക്കുമ്പോ തന്നെ. ആ സമയം വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഒരു 2020 തൊട്ട് ഇപ്പൊ ഇന്ന് നോക്കുമ്പോ ഒരു വെള്ളിയാഴ്ച പോലും മുടക്കിയിട്ടില്ല അല്ലെ? അല്ല അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അത് ലിറ്ററലി അത് നമ്മുടെ മാത്രം കഴിവോ അങ്ങനെയൊന്നും അല്ല. ലൈക്ക് ഒരാൾക്ക് വയ്യെങ്കിൽ പോലും നടക്കില്ല ഷൂട്ട്. ബട്ട് എങ്ങനെയാ അത് നടക്കുന്നുണ്ട്. അത് ലൈക്ക് യൂണിവേഴ്സിന്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ പറയില്ലേ, അതുപോലെ ഒരു കൺസിസ്റ്റന്റ്ലി നമുക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പൊ ശരിക്കും തൊട്ട് മുമ്പുള്ള ഷൂട്ടിൽ പോലും രാത്രി 11:30 അതിന്റെ മെയിൻ ആർട്ടിസ്റ്റ് ഇല്ല. ആര്യയാണ് വിളിച്ച്, ആര്യയും ആണ് ഉടനെ വിളിച്ച് ഒരാളെ സെറ്റ് ചെയ്ത് തന്നു. ഇതുവരെ ഞാൻ കണ്ടിട്ട് പോലുമില്ല വ്യക്തിയെ. നെക്സ്റ്റ് ഡേ ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടർ ചെയ്യണം. അങ്ങനെ ഇതൊക്കെ നടക്കുന്നത് നമുക്ക് നാളെ രാവിലെ 7 മണിക്ക് ഷൂട്ട്, ഫുൾ ലെങ്ത് ക്യാരക്ടർ. ഇപ്പൊ ഒരാളെ ഇത് കാണാത്ത ഒരാളെ കൊണ്ടുവരുന്നു. അത് നമ്മൾ ആ 11:30 വിളിക്കുമ്പോ ആ കുട്ടി ഇന്ന ആള് ആ സമയത്ത് എല്ലാരും ഉറങ്ങുന്ന ടൈമല്ലേ, അപ്പൊ ഉണർന്നിരിക്കുമെന്ന് പോലും അറിയില്ലല്ലോ. പക്ഷെ എങ്ങനെയൊക്കെയോ അത്രയ്ക്ക് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മള് നമ്മുടെ മാത്രം കഴിവുകൊണ്ടെന്നല്ല, പിന്നെ അത്രയും നല്ലൊരു ടീമാണ്. ലൈക്ക് SKJയുടെ ടോക്സിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലൊരു ടീമാണ്. അത്രയും ഹാർഡ് വർക്കിംഗ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു സിറ്റുവേഷൻ അല്ലെ നമ്മളിപ്പം ചില ഷൂട്ടൊക്കെ രാത്രി 1 മണി 2 മണി വരെയൊക്കെ പോകും. അതുവരെ ആരും ഇതുവരെ ഒരു മടുപ്പ് കാണിച്ചു 2 മണിയായിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാം, അങ്ങനെയല്ല. ഈ സംഭവം ഏറ്റവും അടിപൊളിയാക്കുക, അതിന്റെ ഒരു സാധനം. അത് ഇവിടെ നമ്മളിപ്പോ ഫേസ് ഫ്രണ്ടിൽ കാണുന്ന ആൾക്കാരല്ല, നമ്മുടെ ബാക്കിൽ SKJ ടോക്സിന്റെ ടീമിന്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ എഡിറ്റർ ഉണ്ട്, അതായത് നമ്മുടെ അമൽ, അഖിൽ, മണി, വിനോദ്, അങ്ങനെ ഒരു ടീമുണ്ട് ബാക്ക് എൻഡിൽ. അവരും അത്രയും സപ്പോർട്ടീവ് ആയിട്ട് ഈ ഷൂട്ടൊക്കെ ചെയ്യുന്ന അറിയാലോ. ബാക്ക് എൻഡിലുള്ളവർക്ക് ഭയങ്കര എഫർട്ടാണ്. ഇവർക്കെങ്കിലും ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമല്ലോ, മാറി ഒരു സീൻ കഴിഞ്ഞ് വേറൊരാൾക്ക് അഭിനയിക്കാം.
പക്ഷെ അതൊക്കെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടീമാണ് നിങ്ങൾക്ക് SKJ ടോക്സ് തരുന്നത്. SKJ ടോക്സിന് എങ്ങനെ കമ്പനി ആയിട്ടാണോ, എങ്ങനെ നിങ്ങളുടെ ഓഫീസ് സ്പേസ് അങ്ങനത്തെ ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ചെറിയ ഒരു 4 മെമ്പർ ടീമാണ്, 5 മെമ്പർ ടീമാണ്. ബാക്കി നമ്മൾ എല്ലാ ആർട്ടിസ്റ്റുകൾ ലൈക്ക് സാറ്റർഡേ സൺഡേസിൽ എല്ലാവരും വർക്കിംഗ് ആണ്, മിക്കവാറും മോസ്റ്റ്ലി എല്ലാവരും വർക്കിംഗ് ആണ്. സാറ്റർഡേ സൺഡേ ഷൂട്ടിന്റെ ആ ഓരോ സ്ലോട്ട് അനുസരിച്ച് ഈ ആഴ്ച ആരൊക്കെ ഉണ്ട്, ഞാൻ ആദ്യമേ മാസം ഇടും ആരൊക്കെ അവൈലബിലിറ്റി ഉണ്ടെന്ന് അയച്ചു തരണം, ശനി ഞായർ അങ്ങനെ ഇട്ടിട്ടാണ്. അല്ല ഇപ്പൊ നിങ്ങളുടെ ഒരു കോമൺ മീറ്റിംഗ് അങ്ങനെയൊക്കെ വെക്കണമെങ്കിൽ നിങ്ങളുടെ സ്പേസ് എങ്ങനെയായിരിക്കും? ഒരു കോമൺ മീറ്റിംഗ് തന്നെയാണ് നമ്മുടെ എന്റെ വീട് തന്നെയാണ് ഷൂട്ടിംഗ് അതല്ല ഓഫീസ് എന്ന് പറയുമ്പോൾ നമ്മള് എഡിറ്റിംഗ് അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ നമ്മുടെ ടീം, അതാണ് ഞാൻ പറഞ്ഞത് 5 മെമ്പർ ടീം വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഓഫീസ് ഉണ്ട്. അല്ലാതെ ബാക്കി എല്ലാവരും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഷൂട്ടിനാണ് കാണുന്നത് ശനി ഞായർ, എല്ലാ ശനി ഞായർ. അതെ, വീട് തന്നെ. അപ്പൊ വീട്ടിൽ എപ്പോഴും ഒച്ചപ്പാടും ബഹളവും എല്ലാ സാറ്റർഡേ സൺഡേ രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ നോക്കണം എന്നുവെച്ചാ അവിടെ ആളില്ല. ഇന്നലെ ആണെങ്കിൽ ഇതെന്ത് പറ്റി എല്ലാരും എന്തെന്നൊക്കെ ഉള്ള രീതിയിലാണ്. അതെന്താ ഇപ്പൊ കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയി കുറച്ച് ഇതൊക്കെ വന്നതിന് ശേഷം എന്തുകൊണ്ടാണ് വേറെ ലൊക്കേഷൻ മാറി അല്ലെങ്കിൽ വേറെ ഇതൊക്കെ നോക്കാം, അങ്ങനെ എന്തുകൊണ്ടാണ് ചിന്തിക്കാതെ ഇരുന്നത്? അതോ ബേസിക്കലി നമുക്കൊരു 2-3 വീടുണ്ട്. അപ്പൊ നമ്മള് നമുക്ക് ആക്ച്വലി വന്നിട്ട് വെളിയിൽ ഒരു സെറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഈ 20 മിനിറ്റ് കോണ്ടന്റ് നമ്മൾ കൂടുതലും ഫാമിലി ഓറിയന്റഡ് പാരന്റിങ് സോഷ്യൽ കണ്ടന്റ് ആണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഏരിയാസിലൊക്കെ നമുക്ക് പിന്നെ നമ്മുടെ സ്ട്രീറ്റിലുള്ള എല്ലാരും വീട് ചോദിച്ചാൽ തരും കേട്ടോ, ഷൂട്ട് ചെയ്യാൻ വേണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള, അതായത് ഒരുപാട് പേരുടെ കൊളാബറേഷൻ ആണ് നമ്മുടെ ഒരു പടം. എല്ലാരും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതായത് ആ സ്ട്രീറ്റിൽ താമസിക്കുന്ന എല്ലാവരും അങ്കിൾമാരും ആന്റിമാരും ചുമ്മാ വഴി കൂടി നടക്കുന്ന എങ്ങനെയായാലും അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ സൈക്കിൾ ഓടിക്കുമ്പോൾ ചേട്ടാ ഇത് ഷൂട്ടുണ്ടോ, എനിക്ക് വരുന്ന സാധനമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ, പിള്ളേർ വരെ ചോദിക്കും. അത്ര ഇഷ്ടമാണ്, കാരണം ആൾക്കാരെങ്കിലും അത്ര ഇതാണ്. ഇനി എനിക്ക് തോന്നുന്നു ആ ലൈനിന്റെ പേര് മാറ്റണം, SKJ ലൈൻ ഇടുമ്പത്തേനും അല്ലേ കുറച്ച് ഫേമസ് ആയിട്ടുള്ള അല്ലെ ഒരു ഏരിയ ആയിട്ട് മാറും. ഇപ്പൊ തുടക്ക സമയത്ത് അധികം കോണ്ടന്റ് ഇങ്ങനത്തെ വെബ് സീരീസ് ഇറക്കുന്നവർ കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കോമ്പറ്റീഷൻ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലെ. ഓരോ ദിവസം പുതിയ പുതിയ ആൾക്കാര് വേറെ പുതിയ രീതിയിൽ ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് എപ്പോഴെങ്കിലും പേടി നിങ്ങളുടെ മനസ്സിൽ ജ്വലിപ്പിച്ചിട്ടുണ്ടോ? അതാണ് കോൺഫിഡൻസ്. അല്ല കാരണം ഒന്നും ലൈക്ക് പേടിക്കേണ്ട, എല്ലാവർക്കും അവരുടേതായ സ്പേസ് ഉണ്ട്. നമ്മൾ നമ്മുടെ കാര്യം വൃത്തിക്ക് ചെയ്താൽ മാത്രം മതി. മറ്റുള്ളവര് നമ്മൾ ആക്ച്വലി അങ്ങനെ മൾട്ടിപ്പിൾ ചാനൽസ് നോക്കാറ് പോലും ഇല്ല. കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ പണി വൃത്തിക്ക് ചെയ്യുക, നമ്മളെ കാണേണ്ടവര് കാണും, അത്രേ ഉള്ളൂ. അങ്ങനെയുള്ളൂ, അല്ലാതെ ഇതിൽ അങ്ങനെ വലിയ കോമ്പറ്റീഷൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അയ്യോ ഇത് അതിനേക്കാൾ കുറച്ച് അങ്ങനെ വേറെ ഇതൊക്കെ കമ്പയർ ചെയ്യണമെങ്കിൽ വേറെ കണ്ടോ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് എങ്ങനെ എടുക്കാം, അങ്ങനെ നമ്മൾ ചിന്തിക്കാറ്. നമ്മുടെ സാധനം നമുക്കിപ്പോ അറിയാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് എടുക്കുന്നു, ഇതിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അത് മാത്രമേ ഉള്ളൂ. ഇപ്പം കുറച്ച് അധികം ഇന്റർവ്യൂസ് ഒക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ് SKJ എങ്ങനെയൊക്കെ വന്നു എന്നൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം. ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് കൊണ്ടുവരാൻ മാറ്റങ്ങൾ, എന്തൊക്കെയാണ് ശ്രമിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാനിലാണോ ഇപ്പൊ നിൽക്കുന്നത്? ഫ്യൂച്ചറിലാണെങ്കിലും ഇതുപോലെ തന്നെ നല്ല അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് അറിയാത്ത, ഇപ്പൊ നമ്മൾ താരേ സമീൻ ബർ കണ്ടാണ് ഡിസ്ലെക്സിയ എന്നുള്ള രോഗം ആൾക്കാർ അറിഞ്ഞത്. അതുപോലെ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ അൺകവർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പിന്നെ ലൈക്ക് കുറച്ചും കൂടി ഒരു ലാർജ് ക്യാൻവാസിലൊക്കെ എടുക്കാനുള്ള ഇതുണ്ട്. പക്ഷെ നമുക്ക് ഈ വീക്ക്ലി കൊടുക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇത്രയും കാലമായിട്ട് സെറ്റ് ആയതുകൊണ്ട് ഫ്രൈഡേ ഒരു പടം ഇറങ്ങണം. അപ്പം നമുക്ക് ഒരു ലാർജർ ക്യാൻവാസിൽ എടുക്കാനുള്ള സമയം ഞങ്ങൾ കുറച്ചുകൂടി ബിഗർ സംഭവമൊക്കെ എടുത്തത്. ലൈക്ക് ദേവനന്ദയെ വെച്ച് നമ്മൾ ഫസ്റ്റ് പീരിയഡ്സ് എന്ന് പറഞ്ഞ ഒരു പടമൊക്കെ എടുത്തത്. അപ്പം അതിന്റെയൊക്കെ ഒരു പ്രൊഡക്ഷൻ ടൈമും ഒക്കെ ഭയങ്കര ഹൈ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പടം എടുത്ത് ഓൾമോസ്റ്റ് 2 വർഷം കഴിഞ്ഞാണ് ഇറക്കിയത്. എന്ന് പറഞ്ഞാൽ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡബിങ് വേണം, മറ്റു വേണം, ഒരു പ്രോപ്പർ സ്റ്റുഡിയോ, അത്രയും സിനിമാറ്റിക് ആയിട്ട് ലെവലിൽ എടുക്കുമ്പോൾ അത്രയും ടൈമും ഇൻവോൾവ് ആണ്. നമുക്കിപ്പോ ഒരു 1 വീക്കിൽ 5 ദിവസം കൊണ്ട് എഡിറ്റ് ചെയ്ത് ഇറക്കാനൊന്നും പറ്റില്ല. ഇനി ഞാൻ ഒരു സെഗ്മെന്റിലേക്കും കൊണ്ടുപോവാണേ. നിങ്ങളുടെ ഫാമിലി റിലേറ്റഡ് കണ്ടന്റ്സ് ആണല്ലോ. അപ്പൊ ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു ടാസ്ക് ഞാൻ തരാണ്. അത് നിങ്ങൾ റിയൽ ലൈഫായിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ആട്ടോ. അപ്പം അത് ഒറ്റ ഉത്തരം മാത്രമേ പറയാവുള്ളൂ. ഓക്കെ, നിങ്ങൾ എല്ലാവരും റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്ത് വേണം പറയാനായിട്ട്. ഓരോരുത്തരോട് ചോദിക്കാം അല്ലെ, അതോ കോമൺ ആയിട്ട് സാമ്പിൾ ക്വസ്റ്റ്യൻ കേൾക്കട്ടെ. ആദ്യം തന്നെ സുഹിത്തിനോട് ചോദിക്കാം സാമ്പിൾ ആയിട്ട്. അമ്മയും ഭാര്യയും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആരുടെ കൂടെ നിൽക്കുന്നതായിരിക്കും ആരോഗ്യത്തിന് നല്ലത്? ബേസിക്കലി ഞങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ അമ്മ, എന്റെ വൈഫിന്റെ അമ്മ, അച്ഛൻ എല്ലാരും ഒരു വീട്ടിലാണ്. അമ്മ, അച്ഛൻ, വൈഫിന്റെ അമ്മയുടെ അച്ഛൻ, അവരുടെ അമ്മയുടെ അമ്മയുടെ അച്ഛൻ, എല്ലാരും ഉണ്ട്. അതെ അല്ല അങ്ങനെ ആരുടെ കൂടെ അതുകൊണ്ട് ഫുള്ള് നമ്മൾ ഒരു നോർമൽ ആയിട്ട് നിന്നാ മതി. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. ഞാൻ ആദ്യം വിചാരിച്ചു കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്റെ അമ്മയൊക്കെ കുറച്ച് സീരിയൽ അമ്മായിയമ്മ പോലെയൊക്കെ ആയിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ റിയൽ ലൈഫ് വന്നപ്പോഴാണ് എന്നെ നോക്കണ പോലെ തന്നെ എന്റെ അമ്മയും ഭാര്യ നോക്കുന്നത്. അത് വൈഫ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ,
എന്റെ അതെ. അമ്മ എല്ലാ എൻട്രിയും ഞാനുണ്ട്. രക്ഷപ്പെട്ടു. അതെന്താ അമ്മ സീരിയലെ പോലെ അമ്മയാവുന്നത് അല്ലേ ആന്റി ചോദിക്കാൻ ഞാൻ മുമ്പ് വിചാരിച്ചത് നമുക്കൊരു ഇത് കാണുമല്ലോ ചിലപ്പോ ഈ ഞാൻ ഇപ്പൊ എന്തെങ്കിലും കണ്ട ഉടനെ തെറി വിളിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയില്ലേ. അപ്പൊ അതുപോലെ അവളെയും കൂടെ പറഞ്ഞാലേ അപ്പൊ ഇനി എങ്ങനെ ആവോ ഇതേപോലെ തന്നെ പറയും എന്നുള്ള ഒരു ഇത് അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. വന്നപ്പോ മാറിപ്പോയി. ഞാൻ വിചാരിച്ചില്ല. അങ്ങനെയല്ലേ നമ്മളല്ലേ ഒരു എക്സ്പെക്ടേഷൻ കാണുമല്ലോ കല്യാണം കഴിയുമ്പോഴത്തേക്കും ചില ആൾക്കാർ മാറും എന്നൊക്കെ പറഞ്ഞുള്ള ചിന്തി പണ്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള ഇതാണ്. അപ്പോഴത്തേക്കും ഇപ്പൊ ഞാൻ രാവിലെ അടിക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ അപ്പൊ അവക്കും കുഴപ്പമില്ല എല്ലാ സുഖം. ഓക്കെ. ഇങ്ങനെയാണ് കണ്ടല്ലോ, സാമ്പിൾ കണ്ടല്ലോ. അല്ല കോമൺ മതി. അപ്പൊ എല്ലാ ചേട്ടനിലേക്ക് പോവാം. അരുണോട് ചോദിക്കാം, ആരുടെ ഒപ്പം വേണമെങ്കിൽ രണ്ട് ആരോടൊപ്പം നിൽക്കുന്നത്? സെയിം ക്വസ്റ്റ്യൻ അല്ല ഈ ക്വസ്റ്റ്യൻ ഭാര്യയുടെ ഒപ്പം അമ്മയുടെ ഒപ്പം സാഹചര്യം പോലെ. അത് കറക്റ്റ് ഉത്തരവല്ലേ? സാഹചര്യം പോലെ. കറക്റ്റ് ഉത്തരാണ്. ഭാര്യയുമായി ബന്ധപ്പെട്ട ഒരു സീക്രട്ട് അറിയാതെ അമ്മയോട് പറഞ്ഞുപോയി. ഭാര്യ ഇത് അറിയുന്നു, ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാകുന്നു. പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒറ്റ വഴി ജയറാമേട്ടൻ പറ. ആരില്ല. ആദ്യം ഭാര്യയെ കൊണ്ടുവരും, ഭാര്യ വരുമ്പോ പറയാം. ക്രോണിക് ബാച്ചലർ. ക്രോണിക് ബാച്ചിലറിനോട് ചോദിച്ചു. പറഞ്ഞോ ഈ ചോദ്യത്തിന് ആൻസർ ഒന്നുകൂടെ വായിക്കണോ? ഒന്നുകൂടെ വായിക്കേണ്ടി വരും. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഭാര്യയുമായി ബന്ധപ്പെട്ട ഒരു സീക്രട്ട് അറിയാതെ അമ്മയോട് പറഞ്ഞുപോയി. ഭാര്യ ഇത് അറിയുന്നു, ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാകുന്നു. പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒറ്റ വഴി. അമ്മ ഇല്ല, അപ്പൊ പിന്നെ ഈ സംഭവം വരുന്നില്ല. കല്യാണത്തിന് മുമ്പേ അമ്മ ഇത് മരിച്ചു. പറയാൻ വേണ്ടിയാണ് എന്നെ കൊണ്ട് ഈ രണ്ടാമത് ഈ ക്വസ്റ്റിനും കേട്ട് കല്യാണത്തിന് മുമ്പേ അമ്മ മരിച്ചു, അപ്പൊ പിന്നെ ആ പ്രശ്നമേ വരുന്നില്ല. സീക്രട്ട് വേറെ ആരുടെയും പറയണമെങ്കിൽ ഞങ്ങളെ മിണ്ടാതിരിക്കുക. ചോദിത്തേട്ടൻ പറ. എന്താണ് അങ്ങനെ സംശയമുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. സംശയമല്ല, ഒരു സീക്രട്ട് പറയാ. സീക്രട്ട് അങ്ങനെ സീക്രട്ട് ആയിട്ടൊന്നും പറയാറില്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കും. ഈ അമ്മയുടെ അടുത്താണെങ്കിൽ അമ്മയുടെ അടുത്ത് പറയും, വൈഫിന്റെ അടുത്താണെങ്കിൽ വൈഫിന്റെ അടുത്ത് പറയും. അങ്ങനെ ഒരു പ്രശ്നം, അങ്ങനെ ലൈക്ക് ഒരു സൈഡ് പിടുത്തമില്ല. ആർക്ക് സൈഡ് ആർക്ക് സൈഡ് പിടുത്തല്ലേ? ആര് പറഞ്ഞാലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആരാണോ ആ സമയത്ത് ഇതുണ്ടെങ്കിൽ റൈറ്റ് ഇതാണെങ്കിൽ അതാണ് റൈറ്റ്. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ, അങ്ങനെയുള്ളൂ. ഓക്കെ. എന്തായിരിക്കും ആൻസർ? മിണ്ടാതിരിക്കും. എല്ലാത്തിനും മിണ്ടാതിരിക്കില്ല. ഞാൻ അത് പുള്ളിക്ക് പറഞ്ഞു കൊടുത്ത ഈ ക്വസ്റ്റ്യൻ ആൻസർ മിണ്ടായിരിക്കും. മിണ്ടാതിരിക്കും. എങ്ങനെയെങ്കിലും തീരുമല്ലോ. ഭൂകമ്പം എല്ലാ കാലം ഉണ്ടാവുമല്ലോ. ഓക്കെ. അതിന് ഒരു ശാന്തമായ ഒരു ലൈക്ക് എന്താ ഭയങ്കര പേഷ്യൻസിലോടുള്ള വ്യക്തിയാണോ? അങ്ങനെയൊന്നുമില്ല. അതെ. ഭയങ്കര പീസ് കാം ഒക്കെ ഇഷ്ടപ്പെടുന്ന പണ്ടിത്തിരി ഇളക്കം ഉണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞു ഇല്ല, ഇപ്പൊ ഇളക്കമാണ്. അങ്ങനെ തോന്നിയില്ലേ? അതാണ് ഇപ്പൊ ഇതില് വന്ന ആട്ടം കുറവ് അല്ല. ഇരിക്കണത് കുറവല്ലേ? അല്ല, അത് കുറവ് വേറെ ഉറക്കമില്ല. അതാ റീസെന്റ് ഫാദർ ആയതുകൊണ്ട് ഇപ്പൊ ഫാദർ ആയും ഉറക്കമില്ല, അതിന്റെ പ്രശ്നം. തിരിച്ചു വരിക, ഞാൻ തിരിച്ചു വരും. ഡീസന്റ് ഫാദർ അല്ല, റീസെന്റ് ഫാദർ. റീസെന്റ് ഫാദർ. ഡീസന്റ് ഫാദർ എന്നാണ് കേട്ടത്. ഞാൻ ഡീസന്റ് എന്നാണ് കേട്ടത്. ഒരു 1 month ആയിട്ടേ ഉള്ളൂ. 40 ദിവസം. ഓ, അപ്പൊ പിന്നെ ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റേ KGF ഡയലോഗ്, പൂർവ്വ ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? ഹീറോ ഡൈപ്പർ മാറ്റുന്നു. ഹീറോ ഡൈപ്പർ മാറ്റുന്നു. ഓക്കെ. നിങ്ങളുടെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ അമ്മ അറിഞ്ഞിരിക്കുന്നതാണോ ഭാര്യ അറിഞ്ഞിരിക്കുന്നതാണോ കൂടുതൽ അപകടകരം? എന്റെ ഒരു അറിയാതിരിക്കുന്നതാണ് സത്യം. സത്യം. അത് കൊള്ളാം. ഇത്രയും വലിയ രഹസ്യം എല്ലാരും കൂടെ അറിയിക്കുന്നതാണല്ലേ? പിന്നെ അല്ലേ? ഇതിന്റെ അടിയിൽ എനിക്കിനി കമന്റ് ഇടരുത്, കെണ്ണി ഇവരുടെ കുടുംബകലം ഉണ്ടാക്കാനാണോ ജസ്റ്റ് ഫോർ ഫൺ ആട്ടോ. ഓക്കെ, രണ്ടുപേരും അറിയാതെ ഇരിക്കുന്നതാണ്. ഒരുപാട് സീക്രട്ട് ഉണ്ട് ചേച്ചി. അങ്ങനെയൊന്നുമില്ല. ഉണ്ട്. കണ്ട അല്ല, അങ്ങനെ പറഞ്ഞ കാര്യം വേണം. അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. അവിടെ തന്നെ ഇരുന്നുണ്ട്. എന്താ പേര്? ഇന്റർവ്യൂ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ബാക്കി ചേച്ചി കൊടയാൻ ഇരിക്കുന്നുണ്ട്, എല്ലാം ഇപ്പൊ കേട്ടിരിക്കുന്നുണ്ട്. ഓക്കെ. ഓഫീസിലായിരിക്കുന്ന സമയം ഒരേ സമയം 2 മിസ് കോൾ, ഭാര്യ അമ്മ, ആരെ ആദ്യം തിരിച്ചു വിളിക്കുന്നത് ആയിരിക്കും ഉചിതം? നിങ്ങളോട് ചോദിക്കാൻ പറ്റുന്നില്ല അല്ലെ? അവിടെ ചുമ്മാ ഇരിക്കുന്നത്. നന്നായി. ദേവതയോട് ചോദിക്കും, ഭർത്താവ്, അച്ഛൻ. അങ്ങനെയൊക്കെ മാറ്റി മാറ്റി ചോദിക്കും. അവിടെ ഈ ലേഡീസിനോട് ചോദിക്കും എന്തെങ്കിലും ചോദ്യം. പക്ഷെ ക്വസ്റ്റ്യൻ എല്ലാം വോയിസ് റിലേറ്റഡ് ആയി. നന്നായി. ഓഫീസിലായിരിക്കുന്ന സമയം ഒരേ സമയം 2 മിസ് കോൾ, ഭർത്താവിന്റെയും
അപ്പന്റെയും അപ്പം ആരാദ്യം വിളിച്ചോ അവരാദ്യം വിളിക്കും, എന്നിട്ട് അടുത്ത ആൾ. രണ്ടുപേരും വിളിക്കണമല്ലോ. അതെ, ആദ്യം ആരെ വിളിക്കുക? അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാ? രക്ഷപ്പെട്ടു. തൽക്കാലം രക്ഷപ്പെട്ടു. അതൊരു നല്ലൊരു ആൻസർ. ഇതിൽ എനിക്ക് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന കുറച്ചുകൂടി നല്ല ചോദ്യങ്ങൾ കൊണ്ടുവരുന്നതായിരുന്നു. അല്ല, കൂടുതൽ ഉണ്ടാക്കിയിട്ടേ ഇനി പറഞ്ഞിട്ട് ഇടയ്ക്ക് എന്നെ ഞങ്ങൾ ചെയ്യുന്ന കണ്ടന്റ് ഇങ്ങനത്തെ കുത്തിത്തിരിപ്പിൽ പാടാ. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഞാൻ കൊണ്ട് എത്തിച്ചത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ റിയൽ ലൈഫ്, നിങ്ങളുടെയൊക്കെ റിയൽ ലൈഫ് ഒരുപാട് ഇൻസിഡൻസ് ഒക്കെ ഇറക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഇപ്പൊ സുജിത്ത് തന്നെ റിയൽ ലൈഫ്, ഇപ്പൊ സുജിത്തിന്റെ തന്നെ ഇങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി ഷൂട്ട് ചെയ്യുമ്പോഴത്തേന് ഇവര് തന്നെ ചോദിക്കാറുണ്ട്, സുജിത്ത് ഇത് നിന്റെ ലൈഫാണോ, അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴെങ്കിലും ചോദിച്ചാൽ അത് എല്ലാവർക്കും നമ്മുടെ കഥയായിട്ട് വരുന്നുണ്ടോ? അങ്ങനെയൊക്കെ ചില പല കാര്യങ്ങളും തോന്നാറുണ്ട്, എല്ലാവർക്കും തോന്നാറുണ്ട്. സുജിത്ത് ചിലപ്പോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല ഇതെന്റെ ലൈഫിൽ നടന്നതാണ്, നിങ്ങൾ സുജിത്തിന്റെ മാത്രമല്ല എല്ലാവരുടെയും നമ്മുടെ പേഴ്സണലായിട്ട് അത് കാര്യം നമുക്കിപ്പോ ഒരു എപ്പിസോഡ് ഇങ്ങനെ വരുമ്പോഴേ ഒരു എപ്പിസോഡ് ഓരോരുത്തരും ഒരു മിനിമം ഒരു 10 പേരെങ്കിലും ചോദിക്കാറുണ്ട് ഇത് ഞങ്ങളുടെ ലൈഫിൽ നടന്നുള്ള കാര്യമാണെന്ന് മിനിമം ഇപ്പോഴും ചോദിക്കാറുണ്ട്. ഇത്രയും എപ്പിസോഡ് ഇറങ്ങിയിട്ടും ഇത്രയും ഞാൻ തന്നെ എനിക്ക് 100-100 എപ്പിസോഡ് മോനും മരുമോനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ടും ആൾക്കാർ പുതിയ എപ്പിസോഡ് ചോദിക്കാറുണ്ട് ഇങ്ങനെ ഇത് നമ്മുടെ കഥ ഇങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ വീട്ടിൽ ഇതുവരെ നടന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഈ ആൾക്കാർക്ക് റിലേറ്റബിലിറ്റി ഭയങ്കര കൂടുതലാണ്. നേരത്തെ ആദ്യം ചോദിച്ചില്ലേ എന്തുകൊണ്ടെങ്കിൽ ഈ കഥകൾ കിട്ടുമെന്ന് ചോദിച്ചില്ലേ, ചുറ്റും ഇങ്ങനെ ജസ്റ്റ് നോക്കിയാൽ മതി, ഇഷ്ടംപോലെ കഥകൾ. നിങ്ങളുടെ ഈ ആക്ടിങ് ഇതെല്ലാം കണ്ട് ഒരു സെലിബ്രിറ്റി നിങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കും, അങ്ങനെ വിളിക്കും, അങ്ങനെ ചെയ്തിട്ട് ഒരു ഒരുപാട് ആദ്യം തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. അജു വർഗീസ് എപ്പിസോഡ് ഷെയർ ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ആണല്ലേ? ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച എപ്പിസോഡാണ്. അജിച്ചേട്ടൻ പിന്നെ എല്ലാരും മല്ലികാമ്മ സപ്പോർട്ട് മല്ലികാമ്മ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. മല്ലികാമ്മ ചെയ്തിട്ടുണ്ട്. മല്ലികാമ്മ പക്ഷെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ആ സമയത്ത്. 100ാമത്തെ എപ്പിസോഡിനൊക്കെ സ്പെഷ്യൽ ഒരു വീഡിയോ അതുപോലെ ഒരുപാട് തമിഴ്നടി രാധാമാമൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളെ അറിഞ്ഞുകൂടാ, അല്ലാതെ തന്നെ വീഡിയോ ആയിട്ട് എനിക്കൊന്നും നിങ്ങളെ മെൻഷൻ ചെയ്യാതെ തന്നെ ഷെയർ ആക്കുന്നവർ കുറെ പേരുണ്ടാവും. നമുക്ക് അറിയാനും നമുക്ക് തന്നെ വാട്സാപ്പിൽ നമ്മുടെ തന്നെ സർക്കുലേറ്റ് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് പലരും വീഡിയോ കാണാൻ. ഫോർവേഡ് മെനി ടൈംസ് ആയിട്ട് നമുക്ക് തന്നെ വരും. എനിക്ക് ഇപ്പൊ അങ്ങനെയല്ല, പക്ഷെ ആ തുടക്കത്തിൽ അങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിലൊക്കെ ഒരുപാട് അങ്ങനെ നല്ല വീഡിയോ ആണ് കാണൂന്നൊക്കെ പറഞ്ഞ് മറ്റേ ഫാമിലി ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കാണുമ്പോ സൂക്ഷിച്ച് കാണും. ഒരാളും കൂടെ നമ്മുടെ വീഡിയോ ഒന്നും സ്ഥിരമായിട്ട് കാണുകയൊന്നും ചെയ്യാത്ത നമ്മുടെ അടുത്ത റിലേറ്റീവ്സ് തന്നെ അല്ല US നിന്നൊക്കെ ആൾക്കാർ ഇത് അയച്ചു കൊടുത്തിട്ട് അപ്പോഴാണ് നമ്മുടെ വാല്യൂ അവർക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ മീൻസ് ഈ SKJ. അപ്പൊ അതുവരെ ഒരു ചിലർക്കെങ്കിലും ഇതുണ്ടാവുമല്ലോ, അവര് ചുമ്മാ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉള്ളത്. അപ്പൊ UK നിന്ന് US നിന്നൊക്കെ വരുമ്പോ അവർക്ക് ഇതുപോലെ ഷെയർ ചെയ്ത് കൊടുത്തുക, അപ്പം ഇത് ഞങ്ങളുടെ ആളാണ്, നമ്മുടെ ആളെന്ന് പറഞ്ഞ് അങ്ങനത്തെ അനുഭവം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ പേഴ്സണലി എങ്ങനെ കൊറിയർ ആയിട്ട് ഇങ്ങനെ കുറെ ഗിഫ്റ്റും കാര്യങ്ങളും അഡ്രസ് ഒന്നും വെക്കാതെ അങ്ങനെയൊക്കെ വരാറുണ്ടോ നിങ്ങൾക്ക്? കേക്കൊക്കെ കുറിച്ചിട്ടുണ്ടല്ലേ? കേക്ക് വന്നിട്ടുണ്ട്. കേക്കൊക്കെ നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കേക്കൊക്കെ വന്നിട്ടുണ്ട്. ആരുടെ ബർത്ത്ഡേക്ക്? അരുണിന്റെ നിനക്ക് വാച്ചല്ലേ? ബാച്ചിലർ ആകാൻ മാറേണ്ട സമയമായിരിക്കുന്നു, വാച്ചും കേക്കൊക്കെ വരുന്നു എന്നൊക്കെ അല്ലേ? അതുപോലെ വീട്ടിലോട്ട് ആള് വന്നിട്ടുണ്ട്. വീട്ടില് ആക്ച്വലി നമ്മളെ ഈ സ്ട്രീറ്റിന്റെ ഒക്കെ നമ്പർ കാണുമല്ലോ, ഷൂട്ടിംഗ് ഒരു ദിവസം ലൈക്ക് ഒരു ഫാമിലി ആയിട്ട് തന്നെ ചേട്ടനൊക്കെ വന്നിട്ടുണ്ട്. ആ ലൊക്കേഷൻ ആ വീഡിയോയിൽ കണ്ടിട്ട് ലൊക്കേഷൻ മനസ്സിലാക്കി. നമ്മൾ ആ നമ്പർ അല്ല വേറൊരു സ്ഥലത്ത് നിന്ന് എടുത്തത്, അപ്പൊ ഈ സ്ട്രീറ്റ് ആണെന്നൊക്കെ മനസ്സിലാക്കി അങ്ങനെയൊക്കെ വന്നു. നിങ്ങളൊക്കെ അജ്ഞാതമായ ഗിഫ്റ്റുകൾ മെസ്സേജ്? അല്ല, നമുക്ക് ഇൻസ്റ്റാഗ്രാം ത്രൂ കുറച്ച് രേവതി കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് ഒരാള് ഒരു മെസ്സേജ് സങ്കടപരമായി മെസ്സേജ് അയച്ചിട്ട് എന്റെ മനസ്സിൽ ചെയ്തില്ല, മാരീഡ് ആണെന്നൊക്കെ പറഞ്ഞു. ഹസ്ബൻഡിനോട് ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴേ ഏതോ ഫോട്ടോഷൂട്ട് ആണെന്നൊക്കെയാണ് വിചാരിച്ചതൊക്കെ പറഞ്ഞിട്ടൊക്കെ കമന്റ്സ് വന്നിട്ടുണ്ട്. കൊറേ പേരെ നിങ്ങൾ സങ്കടപ്പെടുത്തുന്നുണ്ടല്ലേ? എന്താണ് രേവതി? ഒരുപാട് പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ട് ആര്യക്ക്? പണ്ടൊക്കെ പണ്ട്. അപ്പൊ ഇപ്പോഴോ? അല്ല, ഇപ്പൊ അങ്ങനെ ഇല്ല. അങ്ങനെ ഞാൻ പിന്നെ മെസ്സേജ് റിക്വസ്റ്റ് ഒന്നും അധികം അങ്ങനെ നോക്കാറില്ല. വെരി ബിസി. ഒരുപാട് പ്രപ്പോസൽ ആയിട്ട് അങ്ങനെ ആരുമില്ല. ലൈക്ക് എല്ലാവർക്കും നമ്മുടെ പെർഫോമൻസ് ഇഷ്ടമാണ്, കണ്ട് വീഡിയോസ് കാണാറുണ്ടെന്നുള്ള, അപ്പൊ ഞാൻ അതിന് റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ കൂടുതൽ ചാറ്റിന് അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യാറില്ല. അത്ര നല്ല കുട്ടിയാണ്, അതുകൊണ്ടാണ്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലേ? ഓക്കെ. എങ്ങനെ
ഞാൻ Not interested. എന്റെ ആ ഏരിയയിലേക്ക് അല്ല ഈ ബ്രൈഡിന്റെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു അച്ഛനും അമ്മയായിട്ട് ഷീലാന്റിയും ആ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു എസ് ഒരാള് അയച്ചിരുന്നു. അതിൽ കാണുന്ന പോലെ അല്ലാന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ കല്യാണം കഴിച്ചോട്ടെ എന്നുള്ള രീതിക്ക്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചത് അങ്ങനെ അല്ല എന്നൊക്കെ തോന്നാൻ മാത്രം എന്താണെന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. അതിലൊരു നെഗറ്റീവ് റോൾ നെഗറ്റീവ് ആണ്. അച്ഛന്റെ മുഖത്ത് നോക്കിയൊക്കെ ഭയങ്കര മോശമായിട്ടൊക്കെ പറയുന്ന ആളാണ്. പക്ഷെ അയാൾ എനിക്ക് മെസ്സേജ് അയച്ചത് എന്താണ് കാണുന്നുണ്ടോ എന്തോ അയാളെ എനിക്ക് മെസ്സേജ് അയച്ചത് അത് താൻ അങ്ങനെ അല്ലാന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്, എനിക്ക് കല്യാണം കഴിക്കുന്നുള്ള രീതി. എന്തോ പരിചയമുള്ള ആരോ മേ ബി അതായിരിക്കും. പരിചയമുള്ള ആള് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് അത് അയച്ചതായിരിക്കും. അത് വേറെ നമ്മുടെ അല്ല, ഈ കഴിഞ്ഞൊരു എപ്പിസോഡ് അരവിന്ദ് ഞങ്ങളുടെ അവിടെ അഭിനയിക്കുന്ന അരവിന്ദ് ഒരു മെസ്സേജ് പോലെ വന്നു. ചേട്ടൻ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് പറയാവോ, എനിക്ക് ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞൊരു മെസ്സേജ്. തൊട്ട് താഴെ അരവിന്ദന്റെ വൈഫ്, ചേട്ടൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, ആ കുട്ടി ഞാനാണെന്ന് പറയുന്നു. കൊച്ചിന്റെ പടം ഇട്ടു. അതെ വിത്ത് അല്ലേ.